കരുണ കൊണ്ട് മനുഷ്യനെ ചേർത്തുപിടിച്ച മലയാളക്കരയിലെ സാന്ത്വന പരിചരണ പ്രസ്ഥാനങ്ങളുടെ ഐക്കണാണ് CH സെന്റർ. പതിറ്റാണ്ടുകളായി കേരളത്തിലെ തലസ്ഥാന നഗരി മുതൽ കർണാടകയുടെ തലസ്ഥാന നഗരിയിൽ പെടുന്ന മംഗലാപുരം വരെ, അതിനപ്പുറത്ത് ബംഗളൂരുവിലും ചെന്നൈയിലും കോയമ്പത്തൂരിലും ഉൾപ്പെടെ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ സാന്ത്വന പരിചരണത്തിൻ്റെ മഹിത പ്രസ്ഥാനമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന CH സെന്റർ. ആ CH സെന്റർ ദിനമായി എല്ലാ വർഷവും റമദാനിലെ 2ാമത്തെ വെള്ളിയാഴ്ച ആചരിക്കപ്പെടുകയാണ്. ഫെബ്രുവരി 27-നാണ്. അന്ന് നിങ്ങൾ മസ്ജിദുകളിലെത്തുമ്പോൾ, കവലകളിലെത്തുമ്പോൾ, ചിലപ്പോൾ നിങ്ങളുടെ വീടുകളിലിരിക്കുമ്പോൾ നിങ്ങളെ തേടി ഒരു സംഘം ആളുകളെത്തും. അവർ CH സെന്ററിൻ്റെ വളണ്ടിയർമാരാണ്. അവർ നിങ്ങളോട് തേടുന്നത് നിങ്ങളുടെ ദയയാണ്, കാരുണ്യമാണ്. അത് അവർക്ക് വേണ്ടിയല്ല. ഏതൊക്കെയോ ആതുരാലയങ്ങളിൽ ചികിത്സയിൽ കഴിയുന്ന, വീടുകളിൽ സാന്ത്വന പരിചരണം കാത്തു കഴിഞ്ഞുകൂടുന്ന അനേകം മനുഷ്യർക്ക് സാന്ത്വനമേകാനാണ്, തണലേകാനാണ് CH സെന്റർ പ്രസ്ഥാനത്തിൻ്റെ കാഞ്ഞങ്ങാട്ട ശാഖ 6 വർഷമായി പ്രവർത്തിച്ചു വരികയാണ്. ഇക്കഴിഞ്ഞ കാലങ്ങളിൽ താൽക്കാലിക സംവിധാനത്തിൽ പ്രവർത്തിച്ച ആ സംവിധാനം ഏതാനും മാസങ്ങൾക്ക് മുമ്പ് സ്വന്തം സ്ഥലത്ത്, സ്വന്തം കെട്ടിടത്തിൽ പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ കരങ്ങളാൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ട് മുന്നോട്ടു പോവുകയാണ്. 12 ഡയാലിസിസ് മെഷീനുകളിലൂടെ ഏതാണ്ട് 30,500 ഡയാലിസിസുകൾ ഇതിനകം ചെയ്തു കഴിഞ്ഞിരിക്കുന്ന മെട്രോ മുഹമ്മദാജി സ്മാരക ഡയാലിസിസ് സെന്റർ പ്രവർത്തിക്കുന്നത് CH സെന്ററിന്റെ ഭാഗമായിട്ടാണ്. 200-ൽ-അധികം രോഗികൾക്ക് അവരുടെ ആയുസ് നീട്ടിക്കൊടുക്കാൻ പരിശ്രമമേകിയ ഒരു പ്രസ്ഥാനമായി കാഞ്ഞങ്ങാട് CH സെന്ററിന് മാറാൻ കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ഒരു മനുഷ്യന്റെ ജീവന് ബലമേകുമ്പോൾ നിങ്ങൾ ലോകത്തെ മുഴുവൻ മനുഷ്യരുടെയും ജീവൻ നൽകുന്നതിന് തുല്യമായ പുണ്യപ്രവൃത്തിയാണ് ചെയ്യുന്നത് എന്ന് വിശുദ്ധ ഖുർആൻ പ്രഖ്യാപിച്ചിട്ടുണ്ട്. നമ്മൾ ഓരോ ഡയാലിസ് ചെയ്തു കൊടുക്കുമ്പോഴും ഓരോ മനുഷ്യന്റെയും ആയുസ് അല്പം നീട്ടിക്കൊടുക്കാൻ സഹായിക്കുകയാണ്. ആയുസ് നൽകുന്നത് അള്ളാഹുവാണ്, പക്ഷെ അതിന് ബലമേകുന്ന പ്രവൃത്തി നമ്മളിലൂടെ അള്ളാഹു ചെയ്യിപ്പിക്കുകയാണ്. ഭൂമിയിൽ മനുഷ്യൻ അള്ളാഹുവിൻ്റെ പ്രതിനിധിയാണ് എന്ന് ഖുർആൻ സിദ്ധാന്തിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ ആഗ്രഹങ്ങളെ, അള്ളാഹുവിൻ്റെ സങ്കല്പങ്ങളെ സാർത്ഥകമാക്കി തീർക്കാനുള്ള ഭൂമിയിലെ സഹായത്തിലൂടെയാണ് നാം ആ പ്രാതിനിധ്യം നിർവഹിക്കുന്നത്. ഇവിടെ അള്ളാഹു നൽകിയിട്ടുള്ള ആയുസ് അത് പരമാവധി ബലപ്പെടുത്തി കൊടുക്കാൻ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളാണ് കാഞ്ഞങ്ങാട് CH സെന്ററിൻ്റെ മുഖ്യ പ്രവർത്തനമായി നടന്നുകൊണ്ടിരിക്കുന്ന മെട്രോ മുഹമ്മദാജി സ്മാരക ഡയാലിസിസ് സെന്ററിലൂടെ നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത്. കാഞ്ഞങ്ങാട് CH സെന്ററിന് നിലവിൽ 50 ലക്ഷത്തിനടുത്ത് കടമുണ്ട്. CH സെന്ററിന്റെ വിപുലീകരണത്തിന് വേണ്ടി തൊട്ടടുത്ത് തന്നെ 14 സെന്റ് സ്ഥലം അഡ്വാൻസ് നൽകി അതിൻ്റെ ബാക്കി തുക നൽകാൻ ബാക്കിയുമുണ്ട്. സ്ഥലവും അവിടെ പ്ലാൻ ചെയ്യുന്ന കെട്ടിടവും വരുമ്പോൾ 2 കോടിയോളം രൂപ അതിന് ബാധ്യത വരും. ഏതാണ്ട് 2.5 കോടി രൂപയുടെ ബാധ്യത ഈ ഒരു വർഷത്തിനകം നിർവഹിക്കേണ്ടി വരുന്ന CH സെന്റർ. ഒരു മാസം ഏതാണ്ട് 7 ലക്ഷം രൂപയോളം CH സെന്ററിന് ദൈനംദിന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കേണ്ടി വരുന്ന 84 ലക്ഷത്തിന്റെ ബാധ്യത വേറെയും. 3 കോടിയിലധികം രൂപയുടെ ബാധ്യത ഏറ്റെടുത്തിട്ടുള്ള ഈ പ്രസ്ഥാനത്തിന് നിങ്ങൾ നൽകുന്ന സംഭാവനകളാണ്, സഹായങ്ങളാണ് അതിന് മുതൽക്കൂട്ടാകുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരും നിങ്ങളാൽ കഴിയുന്ന ഏറ്റവും വലിയ സഹായം നിങ്ങൾ തേടിയെത്തുന്ന CH സെന്റർ വളണ്ടിയർമാരെ ഏൽപ്പിച്ചുകൊണ്ട് നിങ്ങൾ ഈ പുണ്യപ്രവൃത്തിയിൽ പങ്കാളികളാകണം എന്ന് നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു. ഒരു വളണ്ടിയറും നിങ്ങളെ കണ്ടുമുട്ടുന്നില്ലെങ്കിൽ നിങ്ങളുടെ വാട്സാപ്പിൽ, നിങ്ങളുടെ സോഷ്യൽ മീഡിയയിൽ വരുന്ന കാഞ്ഞങ്ങാട് CH സെന്ററിന്റെ പോസ്റ്ററുകളിൽ CH സെന്ററിന്റെ QR കോഡുണ്ട്, വാട്സാപ്പ് നമ്പറുണ്ട്. ആ വാട്സാപ്പ് നമ്പറിലേക്ക്, ആ QR കോഡിലേക്ക്, ഗൂഗിൾ നമ്പറിലേക്ക് നിങ്ങളാൽ കഴിയുന്ന സഹായങ്ങൾ എത്തിച്ചു നൽകുകയും അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് അതിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾ അയക്കുകയും ചെയ്താൽ നിങ്ങൾ ഏത് മഹലിൻ്റെ ഭാഗമായിട്ടാണോ വരുന്നത് ആ മഹലിൻ്റെ സംഭാവനയുടെ പട്ടികയിൽ നിങ്ങളുടെ പേരിലുള്ള സംഭാവന കൂടി ഉൾപ്പെടുത്താൻ കൂടി കഴിയും എന്നും നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് കരുണ പെയ്യേണ്ട മാസമാണ് റമദാൻ. കാരുണ്യത്തിൻ്റെ 10-ലാണ് ഇത്തവണ 2ാമത്തെ വെള്ളിയാഴ്ച വരുന്നത്. നിങ്ങൾ ഭൂമിയിലുള്ളവരോട് കരുണ കാണിക്കുക, വാനലോകത്തുള്ളവൻ നിങ്ങളോട് കരുണ കാണിക്കും എന്ന് പ്രവാചകൻ അരുളിയിട്ടുണ്ട്. നമുക്ക് ദീനരോട്, നിരാലംബരോട് കരുണ കാണിക്കാം. അവരുടെ മുന്നിൽ നമുക്ക് കരുണയായി പെയ്യാം. സർവശക്തനായ അള്ളാഹുവിൻ്റെ കാരുണ്യം നമ്മുടെ മേൽ വർഷിക്കട്ടെ.